സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. പ്രിയ ശാലോം പ്രേക്ഷകരെ, മന്നയുടെ ഈ എപ്പിസോഡിലേക്ക് യേശുനാമത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നാം കേട്ട പരിശുദ്ധാമ്മയുടെ കൂടെയുള്ള യാത്ര വീണ്ടും നാം ഇവിടെ ആരംഭിക്കുകയാണ്. പുതിയ സാക്ഷ്യങ്ങളുമായി നമുക്കൊന്നു ചേരാം. പരിശുദ്ധാമ്മയുടെ കരം പിടിച്ച് മുന്നോട്ട് പോയ ആരെയും പരിശുദ്ധാമ്മ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. ജീവിതത്തിൽ പലരും പറയാറുണ്ട്, ജപമാല ഭക്തി ഉള്ളവർക്കെല്ലാവർക്കും പല കാര്യങ്ങളും പരിശുദ്ധാമ്മ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പല അനുഭവങ്ങളിലൂടെ പലരിലൂടെയൊക്കെ മുന്നറിവ് കൊടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ അനേകം വർഷങ്ങളായിട്ട് ജപമാല ചൊല്ലുന്നവരാണ്. റസമ്മ ചേച്ചിയുടെ ജീവിതത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാവരും കൂടെ ഒന്നിച്ച് ജപമാല, അഖണ്ഡ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക അന്ന്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, എൻ്റെ മോൻ അന്നും ബാംഗ്ലൂരാണ്, പെട്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ മോനെ ഫോൺ വിളിക്കണം തോന്നി. ആ ജപമാല ചൊല്ലി കഴിയാറായപ്പോൾ അങ്ങനെ ഒരു സന്ദേശം വന്ന് പെട്ടെന്ന് ഞാൻ ഫോൺ വിളിച്ചിട്ട് അവനെ ഫോൺ വിളിച്ചു. ആദ്യം അവനെ എടുത്തില്ല, പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു. അപ്പോൾ അവൻ എടുത്തിട്ട് പറഞ്ഞു, മമ്മി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ സൗണ്ടൊക്കെ പതറിയിരിക്കുക. സൗണ്ട് പതറിയിരുന്നപ്പോൾ ഞാൻ പിന്നെ എന്താ പറ്റിയത് പറയടാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയാം ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ എനിക്ക് വിഷമായി, എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പായി. എന്നിട്ട് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ അവൻ പറയാം, വലിയൊരു ആക്സിഡൻ്റായി, ബൈക്കിൽ യാത്ര ചെയ്യായിരുന്നു, അവനല്ല ഓടിച്ചത്, അവൻ്റെ ഫ്രണ്ടാണ് ഓടിച്ചത്, ഇവൻ പുറകിലിരുന്നു, ഫ്രണ്ട് ബൈക്ക് ഓടിച്ചു. അങ്ങനെ പോകുന്ന വലിയ മെയിൻ ഹൈവേയിൽ വന്നപ്പോൾ എതിരെ വന്നൊരു വണ്ടി ഒറ്റയിടി ഇടിച്ചു. ഫ്രണ്ടിലുണ്ടായിരുന്ന അവന് ഈ സ്ഥലത്തേക്ക് മറിഞ്ഞു വീണു. എൻ്റെ മോന് ഇവിടുന്ന് എടുത്തടിച്ച് അടുത്ത മുന്നിൽ പോകുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് പോയി വീണു. ആ സമയത്താണ് എനിക്കിവിടെ അസ്വസ്ഥത തുടങ്ങിയത്. എന്നിട്ട് അല്ലെങ്കിൽ ആ താഴേക്ക് പിന്നെ അടുത്ത വണ്ടി വരുന്നിടത്ത് ഹൈവേ ആകുമ്പോൾ വണ്ടി വന്നുകൊണ്ടിരിക്കുക. ആ ഓട്ടോറിക്ഷയുടെ മുകളിൽ പോയി വീണതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ആ വലിയൊരു അനുഭവം ഉണ്ടായി. ആ അഖണ്ഡ ജപമാല നിങ്ങൾ എങ്ങനെ മാസത്തിലാണോ അല്ലെങ്കിൽ ആഴ്ചയിലാണോ? പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെല്ലാറുണ്ട്. ഫാത്തിമ മാതാവിൻ്റെ ദിവസം, റോസാമിസ്റ്റിക മാതാവിൻ്റെ ദിവസം, അങ്ങനെ ഒന്നിച്ചുകൂടി അഖണ്ഡ ജപമാല രാവിലെ ഒരു 10 മണി തൊട്ട് 6 മണി വരെ നിർത്താതെ. അതിൻ്റെ ഇടയ്ക്ക് നിർത്തും. ഞങ്ങൾ 3 മണിക്ക് കരുണക്കൊന്തയും അതിൻ്റെ ലിറ്റീനിയും ചെല്ലുന്നുണ്ട്. അന്നേരം കൊന്ത നിർത്തിയിട്ട് അത് ചൊല്ലിക്കഴിഞ്ഞ ഉടനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. 6 മണി 7 മണിയാകുമ്പോഴത്തേനും അവസാനിക്കും. ഇതുപോലുള്ള അനുഭവങ്ങൾ പല വിധത്തിൽ പിന്നീട് ഒത്തിരി തവണ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ബേബീസ് റൂമിൽ കുർബാന കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സമ്പൂർണ്ണ ജപമാല ചെല്ലുന്നത്. അങ്ങനെ കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ജപമാല ചൊല്ലി നമ്മുടെ പള്ളിയിൽ വെച്ചിരിക്കുന്ന നിത്യസഹായ മാതാവിൻ്റെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപമുണ്ടല്ലോ അവിടെ, ദുബായ് സെൻറ്റ് മേരീസ് പള്ളിയിൽ.
അപ്പോൾ അവിടെ വന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ മുത്തുന്ന ഒരു ഇതുണ്ട്. അങ്ങനെ ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വന്നപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് ചേച്ചി ഒരു കാറ്റിങ്ങനെ വീശുന്നു, നല്ല അറബിക് പെർഫ്യൂമിൻ്റെ മണമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ നിന്ന് ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇത് എവിടെ നിന്നാണ് ഈ മണം വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഒരു അറബിക് കപ്പിൾസ് ഇവിടെ വന്നിട്ട് പോയത് അവർ പെർഫ്യൂം അടിച്ചതായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഉണ്ട് നിത്യസഹായ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് ഓയിൽ വരുന്നുണ്ട്, ഇന്നത്തെ ജീസസിൻ്റെ പിക്ചറിൽ നിന്നും വരുന്നുണ്ട്, 2 വിശുദ്ധന്മാരുടെ പിക്ചറിൽ നിന്നും ഇങ്ങനെ ഒളിച്ചു വരുന്നുണ്ട്. ഭയങ്കര സ്ട്രോങ് സ്മെല്ലായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങളവിടെ മുട്ടുകുത്തി നിന്ന് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് പ്രാർത്ഥിക്കാനായിട്ടാണ് അന്നേരം എനിക്ക് പ്രചോദനം വന്നത്. ജത്തുറൂട്ടിൻ്റെ പ്രാർത്ഥന കൊന്ത രൂപത്തിൽ അവിടെ മുട്ടുകുത്തി നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചൊല്ലി. അത് കഴിഞ്ഞിട്ട് ഈ രൂപത്തിന് ഓയിലൊക്കെ ഇവരെ ടവൽ കൊണ്ട് തുടച്ചെടുത്തു കേട്ടോ. ആ ടവലിൽ 1 മാസം 1.5 മാസമൊക്കെ അതിൻ്റെ സുഗന്ധാഭിഷേകം നിലനിന്നു ആ ടവലയിൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി മാതാവിൻ്റെ ഗ്രോട്ടോടെ അവിടെ എത്തിയപ്പോഴും ഇതേ അനുഭവം തന്നെയാണ്. ഈ സുഗന്ധാഭിഷേകം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകാനായിട്ട് ബസ് കയറാനായിട്ട് ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ബസ് കയറിയപ്പോൾ എനിക്ക് അവിടെ അനുഭവപ്പെട്ടു. ശരിക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഒരു സുഗന്ധ അഭിഷേകമാണ്. വിശ്വസ്തയോടുകൂടി നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹം. ജീവിതത്തിൽ നമ്മൾ അനുഭവങ്ങളിലൂടെ റോസമ്മ ചേച്ചി പറഞ്ഞ പോലെ അനേകം അത്ഭുതങ്ങളും അനുഭവങ്ങളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉള്ളത്. ചേച്ചിയുടെ ജീവിതത്തിൽ മറന്നു പോകാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ മാതാവ് എനിക്ക് വ്യക്തമാക്കി തന്ന ഏതെങ്കിലും ഒരു സംഭവം ഒന്ന് പങ്കുവയ്ക്കാവോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഗിസേസിലെ കട എടുത്തു. അതിനു മുമ്പ് ഞാൻ വന്നപ്പോൾ തുടങ്ങി ഈശോയുടെ ബർത്ത്ഡേ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നാട്ടിൽ മാതാവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്, മുമ്പും ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് ഈശോയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ക്രിസ്മസിന് ഞങ്ങൾ ക്രിസ്മസ് ഡ്രസ്സൊക്കെ ഇടിച്ച് ചോക്ലേറ്റും കൊടുത്ത് ബലൂണൊക്കെ പിടിച്ച് കടയുടെ പുറത്ത് ആളെ നിർത്തും. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ കുഞ്ഞിനും വലിയവർക്കും ആർക്കും ചോക്ലേറ്റ് കൊടുക്കും. അപ്പോൾ ഓരോരുത്തർക്ക് ചോക്ലേറ്റ് കൊടുക്കുമ്പോഴും പറയും ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് കൊടുക്കും. അങ്ങനെ മുമ്പേ ചെയ്തു തുടങ്ങി. അതുപോലെ തന്നെ ഗിസേസിലും ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ 4-5 വർഷം മുമ്പ് ഒരു പ്രാവശ്യം എനിക്ക് ഓരോ പ്രാവശ്യം നമുക്ക് കൂടുതൽ ത്രില്ല് കൂടി വരിക ഇത് ചെയ്യാനുള്ള. എല്ലാവരും നല്ല ചെയ്യുമ്പോഴും വലിയൊരു ആഘോഷമാക്കി മാറ്റണം. കാരണം എല്ലാവരും സഹകരിക്കുന്നു, എല്ലാവരുടെയും നിന്നും നല്ല റെസ്പോൺസ്. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു എനിക്കിത് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യണം. അപ്പോൾ പുറത്തുനിന്ന് ആളെ എടുത്തിട്ട് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഒരു 6 പേരെ ഞാൻ പുറത്തുനിന്ന് വെച്ചാൽ ദുബായിൽ തന്നെ ലേബർ സപ്ലൈ എന്ന് പറയുന്ന സംഭവം, അങ്ങനെ പൈസ കൊടുത്ത് അന്നത്തെ ദിവസം എനിക്ക് ക്രിസ്മസ് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി 6 പേരെ ഞാൻ എടുത്തു. അവർക്ക് ഞാൻ ക്രിസ്മസ് ഡ്രസ്സ് കൊടുത്തു, ചോക്ലേറ്റ് കൊടുത്തു, ബലൂൺസ് കൊടുത്തു, ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് ഒരു 5 മണി തുടങ്ങി ഞാൻ ഗിസേസിലെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇവരെ നിർത്തിയിട്ട് അവിടെ വരുന്നത് കാറിലാണ് ആൾക്കാർ വരുന്നത്, നടന്നല്ല. കാറ് വരും, ഇവരെ കാണും, നിർത്തും, അവർ ഗ്ലാസ് താത്തും. അപ്പോൾ അവരിങ്ങനെ ആകാംക്ഷയോടെ ഇവരെ നോക്കുമ്പോഴത്തേക്കും ഇവരടുത്ത് ചെന്നിട്ട് മെറി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് കൊടുക്കും. കുട്ടികളുണ്ടെങ്കിൽ ബലൂണും കൊടുക്കും. അങ്ങനെയായിരുന്നു ചെയ്തത്. അങ്ങനെ 5 മണി തുടങ്ങിയ ആ ഒരു മെസ്സേജ് കൊടുക്കൽ അങ്ങനെ തുടർന്നു പോയി. നല്ല രീതിയിൽ അങ്ങനെ പോയി ഒരു രാത്രി 10 മണി വരെ അതങ്ങ് പോയി. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ 6 പേരുള്ളത് കൊണ്ട് ഇവർ ഹിന്ദിയാണ് സംസാരിക്കുന്നത്, മലയാളം ഒന്നും മനസ്സിലായി. പിന്നെ ഈ മാസ്കൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞാൽ ഇവർക്ക് കേൾക്കാനും പറ്റുന്നില്ല. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവരുടെ സ്വന്തം ഐഡിയയിൽ ഇതങ്ങ് ചെയ്തു തുടങ്ങി. കുറച്ച് പേര് ഇവിടെ, കുറച്ച് പേര് അവിടെ, ആവേശം കൂടി അങ്ങനെ അങ്ങ് ചെയ്തു തുടങ്ങി. എൻ്റെ കൺട്രോളിൽ നിന്നൊക്കെ പോയി. ഞാൻ നോക്കുമ്പോഴുണ്ട് കുറച്ച് കഴിയുമ്പം ഇവർ സിഗ്നൽ വരെ എത്തി, ചോക്ലേറ്റ് കൊടുക്കൽ. ട്രാഫിക് സിഗ്നൽ വന്നപ്പോൾ ട്രാഫിക് സിഗ്നലിൽ നിന്നുകൊണ്ട് ഇവർ നിൽക്കുന്ന വണ്ടികൾക്കെല്ലാം ചോക്ലേറ്റുകൾ കൊടുത്ത് മെറി ക്രിസ്മസ് പറയുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. രാത്രി 10 മണി സമയം, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവരെ വിളിച്ചാൽ ഇവർ കേൾക്കുന്നുമില്ല, ഹിന്ദി ലാംഗ്വേജാണ്. ഇവരെ വിളിച്ച് കഴിഞ്ഞാൽ ഇവർ സൗണ്ട് കേൾക്കത്തില്ല. ഇവർക്ക് ആദ്യമല്ലേ ഇങ്ങനെ മാസ്കൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇതൊന്നും ശ്രദ്ധിക്കുന്നത്, ഇവർ ആവേശപൂർവ്വം അടുത്ത പ്രാവശ്യം വിളിക്കണം എന്നുള്ള രീതിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലായിരിക്കും, ചെയ്തോട്ടെ, നല്ല കാര്യമല്ലേ എന്ന് വെച്ച് ഞാനും കുറച്ച് കെയർലെസ്നെസ് എടുത്തു. ഞാനത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 10 മണി കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് കുറേ പോലീസ് വണ്ടികൾ വന്നു നിന്നിട്ട് പെട്ടെന്ന് ഇവരെ പിടിച്ച് കയറ്റുന്നു. എനിക്ക് കാര്യം മനസ്സിലായില്ല. ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് കാര്യം മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നത്. ഞാൻ അതിൽ പലരെയും കയറ്റിക്കഴിഞ്ഞു, കൊണ്ടുപോയി കഴിഞ്ഞു, ഇതൊന്നും ഞാൻ അറിയുന്ന പോലുമില്ല. ഒരാളെ കയറ്റിയപ്പോൾ ഞാൻ അടുത്ത് ചോദിച്ചു, എന്താ പറ്റിയ, എന്താ കാര്യം? ഉടനെ എടുത്ത് കാണിച്ചു CID. അപ്പം ഞാൻ ചോദിച്ചു, CID എന്തിനാ ഇത് ഇങ്ങനെ പിടിക്കുന്നത്, എന്തിനാ? എനിക്കറിയില്ല എന്തിനാ പിടിക്കുന്നത്, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, എന്തിനാ എങ്ങനെ കൊണ്ടുപോകുന്നത്, എന്താ പിടിക്കുന്നത്, എന്താ കാര്യം? അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താ കാര്യം? അപ്പോൾ പറഞ്ഞു, അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എവിടെ? ഗിസൈസ് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അത് അങ്ങനെ അവരെ അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ അങ്ങനെ നിന്നുപോയി. അങ്ങനെ നിന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത കടക്കാരൊക്കെ എനിക്ക് പരിചയമുള്ളവരെല്ലാം വേഗം ലോക്ക് ചെയ്യുന്നു. അവർ പെട്ടെന്ന് നിർത്തുന്നു. അവർ 11-12 മണി വരെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ഷോപ്പ് ക്ലോസ് ചെയ്ത് പോകാൻ പോകുന്നു. അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എന്താ പറ്റി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പല മേഖലകളിൽ നിന്നും ഫോൺ കോൾസ് വന്നു. ജെസ്സി എന്താ പറ്റിയേ, എന്താ സംഭവിച്ചത് അവിടെ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ വന്നു, CIDs വന്നു, എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പോൾ കടയിലുണ്ട് കേട്ടോ, ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്. ഉടനെ അവരെല്ലാം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, സ്പോൺസറെ വിളിക്ക്, അറബി പേഴ്സണാണ്, പുള്ളി വരട്ടെ, എന്നിട്ട് ആരെങ്കിലും പിടിപാടുണ്ടെങ്കിൽ അവരെയൊക്കെ വിളിക്കുക, അവരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് മാത്രമേ എന്തെങ്കിലും മൂവ്മെൻറ്റ് ചെയ്യാവുള്ളൂ. അപ്പം ജെസ്സി എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാനിരിക്കുക, ഞാനിപ്പോൾ തന്നെ പോവുക. അതുപോലെ അങ്ങനെ പോകരുത്. പോകുന്നതിന് മുമ്പ് ആരോടെല്ലാം നമുക്ക് പിടിപാടുള്ള ആൾക്കാരെ, വ്യക്തികളെ വിളിച്ചിട്ട് പറയണം, ഞാനിങ്ങനെ പോവുകയാണ്, ഞാൻ ഇന്ന പോലീസ് സ്റ്റേഷനാണ് പോവുകയാണ്, സ്പോൺസറെ വിളിക്കണം, അദ്ദേഹം അവിടെ വരട്ടെ, ഇതൊക്കെ ചെയ്യണം, എന്നിട്ടേ പോകാവുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, അതുകൊണ്ട് ജെസ്സി വിളിച്ച് ഇൻഫോം ചെയ്യാതെ പോകരുതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഓർത്ത് രാത്രി സമയം 11 മണി സമയം സ്പോൺസറെ വിളിക്കുക, അത് അവന് ഉറങ്ങുമായിരിക്കുമോ? പിന്നെ എനിക്കങ്ങനെ എനിക്കിങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ എനിക്കൊരു പേടി തോന്നുന്നില്ല. ഞാൻ വിചാരിച്ചു പിടിപാടുള്ള ആളെ വിളിക്കണം എന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ, ഈശോയെക്കാളും കൂടുതൽ പിടിപാടുള്ള ആരാ ഉള്ളത്? അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ പേടി തോന്നിയില്ല. ഈശോയെക്കാളും പിടിപാടുള്ള ആരും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഈശോയുടെ ബർത്ത്ഡേ അല്ലേ ആഘോഷിച്ചത്, അതുകൊണ്ട് എനിക്കങ്ങനെ ആരെയും വിളിക്കാൻ തോന്നിയില്ല. സത്യത്തിൽ എനിക്കൊരു പേടിയും തോന്നിയില്ല. അപ്പോൾ എനിക്ക് റോസമ്മോടൊക്കെ ചോദിച്ചറിയാം, വീട്ടിൽ ഗസ്റ്റ് വന്നാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കും, എനിക്കറിയില്ല അവരെ മാനേജ് ചെയ്യാൻ. അപ്പോൾ ഇവരൊക്കെ വരും, ഇവരൊക്കെ വന്നിട്ട് എനിക്ക് കൂട്ട്. വീട്ടിലാണെങ്കിൽ എൻ്റെ എറണാകുളത്തെ വീട്ടിലാണെങ്കിൽ അന്ന് ഞാൻ ഹസ്ബൻഡിനെ പുറത്ത് വിടത്തേ ഇല്ല, എനിക്കവരെ മാനേജ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനെ കൂട്ട് വിളിക്കും, ഇന്ന് പോകണ്ട കേട്ടോ, ഇന്ന് ഗസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് ഒറ്റയ്ക്ക് പോകാൻ തയ്യാറായി ഇറങ്ങി. എൻ്റെ സ്റ്റാഫ് അവർക്ക് പേടി, അവർ പറഞ്ഞു, മേഡം ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങൾ വരാം. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ തനിയെ പൊക്കോളാം. അപ്പോൾ എത്ര പറഞ്ഞിട്ടും സമ്മതിക്കാതെ അതിലൊരു സ്റ്റാഫ് എൻ്റെ കൂടെ വരാൻ തയ്യാറായി. അവൻ എത്ര പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല, മേഡം ഒറ്റയ്ക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവന് എൻ്റെ കൂടെ വന്ന് കാറിൽ കയറി ഞാൻ ഗിസൈസ് പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ ചെന്നപ്പം അത് പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലായിട്ട് ചെറിയ മിനി ഒരു അഴിയക്കടി ജയിലും ഒക്കെ ആയിട്ടൊരു സ്ഥലത്താണ്. ഞാൻ ചെന്ന സ്ഥലത്തല്ല, വേറൊരു സ്ഥലത്താണ് ഇവരെ. അപ്പം എന്നെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് നോക്കുമ്പം ഈ പറഞ്ഞ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചെന്നിട്ട് ഞാൻ അവരോട് സംസാരിച്ചു, എന്താണ് കാര്യം, എന്തിനാണ് പിടിച്ചത്? അപ്പോഴത്തേക്കും അവർ പറഞ്ഞു, നിങ്ങൾ റൂൾസ് വയലേറ്റ് ചെയ്തു, ട്രാഫിക് റൂൾ ലംഘിച്ചു, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ എനിക്കൊന്നിനും പേടി തോന്നുന്നില്ല. ഞാൻ ഒട്ടും അവരുടെ മുമ്പിൽ ഒരു തളർന്നില്ല. ഞാൻ ഈ ഇഷ്യൂസൊന്നും എതിർത്തുമില്ല, ചെയ്തില്ല, അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ശരിയാ. അപ്പം ഞാൻ ചോദിച്ചു, ഇനി ഇവരെ ഞാൻ കൊണ്ടുപോകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അന്നേരം പറഞ്ഞു, അവരെ കൊണ്ടുപോകാൻ ഇപ്പം പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചു, മേഡത്തിന് അറിയാവോ മേഡം ചെയ്ത റൂൾസ്? ഞാൻ പേടിക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, മേഡത്തിന് അറിയാവോ മേഡം ചെയ്ത ഈ പ്രവൃത്തിക്ക് എന്താണ് എൻ്റെ സീരിയസ്നെസ് എന്ന് അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞു, ലൈസൻസ് ക്യാൻസൽ ചെയ്യും, 50,000 ദിർഹം പിഴയോ അല്ലെങ്കിൽ ജയിൽ ശിക്ഷയോ അനുഭവിക്കേണ്ടി വരും.
എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് കേട്ടിട്ടും എന്തോ എനിക്ക് പേടി തോന്നുന്നില്ല. അപ്പോഴും എൻ്റെ മനസ്സിൽ ഇതിനേക്കാളൊക്കെ എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ ഇവരെ വിളിച്ചിട്ട് ഇവർക്കൊരു ബുദ്ധിമുട്ടായല്ലോ, അവരെ എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യിക്കണം. അത് എൻ്റെ മനസ്സിലിങ്ങനെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും സാരമില്ല, അവരെ എങ്ങനെയും വിട് അങ്ങനെ പറഞ്ഞു. പക്ഷേ എൻ്റെ ഈ റിക്വസ്റ്റൊന്നും അവർ കേൾക്കുന്നേ ഇല്ല. പക്ഷേ ഞാൻ അവരോട് ഞാനങ്ങനെ ചെയ്തിട്ടില്ലെന്നോ എന്നെ പിഴയെന്ന് ഒഴിവാക്കണമെന്നോ അങ്ങനെ ഒന്നും ഒരു റിക്വസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ ധൈര്യം കണ്ടിട്ടാണോ എന്തോ ഞാൻ ഇതൊന്നും എതിർക്കുന്നില്ല. ലൈസൻസ് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ അത് ചെയ്യല്ലേ എന്ന് ഞാൻ പറയുന്നില്ല. അത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അവരെന്നോട് പറഞ്ഞു മേഡം ഒരു കാര്യം ചെയ്യും, മേഡം പൊക്കോളൂ, ഞങ്ങൾ ഇവരെ റിലീസ് ചെയ്തോളാം, മേഡം പൊക്കോ, മേഡം ഇവിടെ നിൽക്കണ്ട, രാത്രി സമയമല്ലേ, ഈ സമയത്ത് മേഡം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, മേഡം പൊക്കോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ഉറപ്പിച്ച് ചോദിച്ചു നിങ്ങളിവിടെ ഇവരെ റിലീസ് ചെയ്യുമോ? അപ്പോൾ അവർ പറഞ്ഞു ചെയ്യും, ഒരു 2 മണിക്കൂർ ഞങ്ങൾക്ക് കുറച്ച് ഡോക്യുമെൻ്റൊക്കെ തയ്യാറാക്കാനുണ്ട്, അതിനുശേഷം ഇവരെ സൈൻ ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ റിലീസ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പുറത്ത് വന്നു. ഞങ്ങളങ്ങനെ കാറിൽ കയറി ഞാനിരുന്നു. കാറിൽ കയറി ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവർ പുറത്ത് വരുമ്പം ഒരു 2 മണി സമയമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അവർ പാവങ്ങൾ, അവർക്ക് വീട്ടിൽ പോകാൻ മാർഗ്ഗമില്ല. അപ്പോൾ അവരെ എനിക്ക് കൊണ്ടുവിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കാറിൽ പുറത്ത് ഇറങ്ങി വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ കൂടെ വന്ന സ്റ്റാഫിന് എൻ്റെ കൂടെ ഇരിക്കാനൊരു ഇല്ല, അവൻ അതുകൊണ്ട് പുറത്ത് നിൽക്കുകയായിരുന്നു, കാറിൻ്റെ വെളിയിൽ നിൽക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പതിയെ മേഡം ഞാൻ അവിടെ നിന്ന് പോയി നോക്കട്ടെ, അവരെ എപ്പോഴാണ് വിടുന്നതെന്ന് നോക്കട്ടെ, ഞാൻ മേഡത്തെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ പോയി ഈ പോലീസ് സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു ഗേറ്റിൻ്റെ അവിടെ പോയി പതുങ്ങി നിന്നിട്ട് ഇവരെ എപ്പോൾ വിടുമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. പതുങ്ങി നിന്നു അവിടെ. ആ സമയത്ത് ഞാൻ കാറിലിരുന്നിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയില്ല. സത്യത്തിൽ എനിക്ക് പ്രാർത്ഥന വരുന്നില്ല, എനിക്ക് പല വിചാരം വരുന്നു, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഈ മാതാവിനോട് എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ എന്നെ സംസാരിച്ചു, മാതാവേ നമ്മൾ ആഘോഷിച്ചത് ഈശോയുടെ ബർത്ത്ഡേ അല്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെ പറ്റിയേ, നമ്മളൊരു തെറ്റും ചെയ്തില്ലല്ലോ, എന്നിട്ട് പിന്നെ എന്താ ഇങ്ങനെ പോലീസ് പിടിച്ചു, പ്രശ്നങ്ങളൊക്കെ ആയി, എന്നിട്ട് മാതാവ് എന്താ ഇങ്ങനെ, നമ്മളൊരു തെറ്റ് ചെയ്തില്ലല്ലോ, പിന്നെ എന്താ ഇങ്ങനെയൊക്കെ വരാൻ കാര്യം? അപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നൽ തോന്നി ഇതായിരുന്നു. ഇപ്പോൾ അത് ഞാൻ അതിനോട് സംഭാഷണമായിട്ട് ഞാൻ പറയുന്നു, എനിക്കറിയാം മാതാവ് എന്നെ പിടിപ്പിച്ച് ചിലപ്പോൾ എന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇതിലും മുന്നോട്ട് പോകും. അപ്പോൾ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും. അത് ഞാൻ പതുക്കെയല്ല, ഞാൻ ഉറക്കെ തന്നെ കാറിൽ ആരും ഇല്ലല്ലോ, അപ്പം മാതാവിനോട് ഉറക്കെ തന്നെ ഞാൻ ചോദിച്ചു, എന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലേ, അല്ലാതെ മാതാവ് എനിക്ക് തന്ന ആ ഷോപ്പല്ലേ അതിൻ്റെ ലൈസൻസ് മാതാവ് ക്യാൻസൽ ചെയ്യുമോ? അത് ചെയ്യത്തൊന്നുമില്ല, ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും എന്ന് ഞാൻ കാറിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പം എൻ്റെ സ്റ്റാഫ് ഓടി വരുന്നുണ്ട്. അന്നേരത്തേക്ക് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിരുന്നു. അപ്പം ഓടി വന്നിട്ട് പറഞ്ഞു, മേഡം ഓടി വരണം, അവരെ പുറത്തോട്ട് ഇറക്കുന്നുണ്ട്, ഒരു വാനും വന്ന് നിൽപ്പുണ്ട്, എന്താ സംഭവം എന്ന് അറിയത്തില്ല, മേഡം ഓടി വരണമെന്ന് പറഞ്ഞു. ഞാൻ വേഗം കാറിൽ നിന്ന് ഇറങ്ങി ഓടി ഗേറ്റ് തുറന്ന് അവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവരൊരു വാനയിലോട്ട് കയറ്റാനുള്ളൊരു പ്ലാനാണ് ആണെന്ന് തോന്നുന്നു. അവർ വാനയിലോട്ട് കയറ്റാൻ വേണ്ടി പോലീസുകാരും പുറത്തുണ്ട്, ഇവരെ കയറ്റാൻ തുടങ്ങും. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പം പറഞ്ഞു മേഡം പോയില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ പോയില്ല, ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലല്ലോ അവർക്ക്, അതുകൊണ്ട് ഞാൻ ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു, നിങ്ങളെ വിശ്വസിച്ച് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ എന്താ എന്നോട് പറഞ്ഞ വാക്ക് നിങ്ങൾ പാലിക്കാത്തത്? ഞാൻ നിങ്ങളെ വിശ്വസിച്ച് ഇത്രയും നേരം പുറത്തിരിക്കുകയായിരുന്നു. അന്നേരം അവർ ഒന്നും മിണ്ടുന്നില്ല, അവർ മറുപടി പറയുന്നില്ല. അത് പറഞ്ഞപ്പോൾ സത്യത്തിൽ അതുവരെ എനിക്കില്ലാത്ത പോലെ എനിക്ക് വല്ലാത്ത വിഷമമായി. എനിക്ക് തോന്നുന്നു ഞാൻ ഫീൽ ചെയ്ത് പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു, എൻ്റെ സൗണ്ട് കേട്ടിട്ട് ഉള്ളിൽ നിന്നൊരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പുറത്തിറങ്ങി വന്നു. എനിക്ക് തോന്നുന്നു ഇവരുടെ ആ ഉദ്യോഗസ്ഥനുള്ള റെസ്പെക്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം അവിടുത്തെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താണ് പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ജീസസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു, ഞാനിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, ഇവർ പറയുന്നത് ട്രാഫിക്കിൽ സിഗ്നലിലൊക്കെ പോയി കൊടുത്തു, അങ്ങനെ ഒരു ഇതാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അതിന് തെറ്റാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് തെറ്റെന്ന് എനിക്ക് തോന്നിയില്ല, തെറ്റാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നെയിം സ്ലിപ്പിൽ ഈസ എന്നുള്ള പേര് കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു തങ്ങളുടെ പേര് ഈസ എന്നാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ.
അപ്പം ഞാൻ പറഞ്ഞു, ഞാനും നിങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്ന ജീസസിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അതാണ് ഞാൻ ഇന്ന് സെലിബ്രേറ്റ് ചെയ്തത്. അത് ഒരു തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. എനിക്കറിയില്ലായിരുന്നു ഞാൻ തെറ്റ് ചെയ്ത്. അപ്പം അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കത് തെറ്റാണെന്ന് എനിക്ക് ഇപ്പോഴും ബോധ്യമില്ല. ഞാൻ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഫീല്, എനിക്കിത് ഇവരെ അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്നോ എന്തിനാണ് ഇവിടെ വെച്ചിരുന്നത് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം വീണ്ടും അവരോട് എന്തോ സംസാരിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു, റിലീസ് ദം എന്ന് പറഞ്ഞിട്ട് മാഡം ഇവരെ കൊണ്ട് പൊക്കോളാനോട് പറഞ്ഞു. സത്യത്തിൽ ഞാൻ ഒരു 2 ആഴ്ചയും കൂടി എനിക്ക് പേടിയുണ്ടായിരുന്നു. എൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടുള്ളൂ, എന്തെങ്കിലും ഒരു മെസ്സേജ് വരും, അല്ലെങ്കിൽ എന്നെ വിളിപ്പിക്കും, അല്ലെങ്കിൽ 50,000 ഫൈനിൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വരും, അല്ലെങ്കിൽ എനിക്ക് അതിനൊരു ലെറ്റർ വരും എന്ന് പ്രതീക്ഷിച്ച് 2 ആഴ്ചയും കൂടി ഞാൻ പേടിച്ചിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. പരിശുദ്ധമ്മ തീർച്ചയായിട്ടും മാതാവിന് വലിയ സംരക്ഷണമായിരുന്നു. അത് ഏറ്റവും വലിയൊരു ശക്തി എന്ന് വെച്ചാൽ ആത്മധൈര്യമായിട്ടാണ്. കാരണം അങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോവുക രാത്രിയിൽ, എനിക്ക് വേണമെങ്കിൽ നേരം വെളുക്കുന്ന സമയമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ആ സമയത്തേക്ക് ഇത്രയും ധൈര്യത്തിൽ നിൽക്കുക വലിയൊരു കാര്യമാണ്. അന്നും ജപമാല ചെല്ലുന്നുണ്ട്. ജപമാലയിൽ വന്നതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അതെ, നിങ്ങളുടെ പ്രഭാതം ആരംഭിക്കുന്നത് പോലും ജപമാലയ്ക്കുള്ള ജപമാല പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ്. ജപമാലയുടെ ശക്തി ഓരോ ദിവസം ഇങ്ങനെ കൂടി അനുഭവിച്ചവര്. റോസമ്മ ചേച്ചിയുടെ ജീവിതത്തിൽ മാതാവ് കൂടെ നിന്ന് സഹായിച്ച, ഇപ്പം ജസ്റ്റ് ചേച്ചി പറഞ്ഞതുപോലെ കൂടെ നിന്ന് സഹായിച്ച ഏതെങ്കിലും സാഹചര്യം ഉണ്ടത്? ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു സാഹചര്യത്തെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാവോ? എനിക്ക് ബാക്ക് പെയിൻ ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് 1993 എനിക്കൊരു ഓപ്പറേഷൻ ചെയ്ത് ഡിസ്ക് മാറ്റി വെച്ചതാണ്. അതിനുശേഷം ഞാൻ നേഴ്സാണ്. ഒരു 10-20 വർഷം കൂടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞപ്പം കുറേശ്ശെ വേദന കഴുത്തിലേക്കും കാലിലേക്കും ഒക്കെ കൂടെ വരാൻ തുടങ്ങി. അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിൻ വന്നപ്പം കസിൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ നാട്ടിലൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ചേച്ചി പോ അതിനെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് ഹസ്ബൻഡിനെയും പിള്ളേരെയും വിട്ടിട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, അതിന് പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മൂക്ക് മാത്രമുള്ള വേദന ഇല്ലാത്തത് എൻ്റെ ശരീരത്ത്, ബാക്കി എല്ലായിടത്തും എനിക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ ഈ വേദനയും വെച്ച് 3 മക്കളും ഹസ്ബൻഡും ഉണ്ട്, നമുക്ക് വീട്ടിൽ ഇഷ്ടമാതിരി പണികളുണ്ട്. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, അങ്ങേക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്നെ വിടരുതേ, എനിക്ക് പോകാൻ ഒട്ടും ഇഷ്ടമില്ല. ഇനി ഈശോയ്ക്ക് മാതാവിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ പോകാം, പക്ഷേ ഞാൻ വരുന്നോടം വരെ എനിക്ക് സംരക്ഷണം വേണം, എൻ്റെ പിള്ളേരെ നോക്കണം, ഹസ്ബൻഡിനെ നോക്കണം, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, നാട്ടിൽ ചെന്ന് എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, ഇതൊക്കെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഇത് ഞാൻ ക്യാൻസലാക്കാനുണ്ടെങ്കിൽ എവിടെയെങ്കിലും തടസ്സം വന്ന് എന്നെ പോകാൻ അനുവദിക്കില്ല, പോകുന്ന അന്നും പ്രാർത്ഥിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി നാട്ടിൽ ചെന്ന് അനിയത്തി ഹസ്ബൻഡും വന്നു. കോഴിക്കോട്ടുള്ളൊരു ആയുർവേദ ക്ലിനിക്കിലേക്കാണ് പോയത്. അപ്പോൾ ഡോക്ടർ ചെക്കപ്പൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, 10-25 ദിവസം എന്താണേലും കിടക്കണം, ചേച്ചിയുടെ കുറേ മൂത്തുപോയി അസുഖമൊക്കെ, അപ്പം ട്രീറ്റ്മെൻറ്റ് ഒത്തിരി എടുക്കേണ്ടി വരുമെന്ന്. അപ്പോൾ 25 ദിവസം എന്ന് കേട്ടപ്പോൾ എനിക്ക് ആപ്പാട് പേടിയായി. 25 ദിവസം ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ നിൽക്കും? എനിക്കാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയങ്കര പേടിയാണ്. അങ്ങനെ അപ്പോൾ അനിയത്തി പറഞ്ഞു, അവൾ മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്, അവൾക്ക് ഒരു 10-20 ദിവസം ലീവ് കിട്ടത്തുള്ളൂ, ആ ലീവ് എടുത്ത് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവളോട് പറഞ്ഞു, നീ ലീവ് ഒന്നും എടുക്കണ്ട, ഞാൻ നിന്നോളാം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, കുഴപ്പമില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. അടുത്തെങ്ങും ഒരു പള്ളിയില്ല. അതായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇവിടെ നാം എന്നും കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, അപ്പോൾ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു വല്ലാതൊരു വിഷമം ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തൊക്കെ അന്വേഷിച്ചു, ഒരു പള്ളിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അനിയത്തിയും കൂടെ ആ റൂമിലിരുന്നിട്ട് അവിടെ വരുന്ന എല്ലാ രോഗികളെയും, രോഗികളെയും ഇനി ചികിത്സിക്കാൻ അവിടെ വരുന്ന രോഗികളെയും സ്റ്റാഫ്മാരെയും ഈ ഡോക്ടർമാരെയും എല്ലാം സമർപ്പിച്ചു. അന്ന് രാത്രി ഫുള്ളും പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പം അനിയത്തി പോയി. അവൾ പോയി കഴിഞ്ഞ ഒരു 11:30 ആയപ്പം എനിക്ക് നല്ല പേടിയുണ്ട് ഒറ്റയ്ക്ക് ഉറങ്ങാൻ. അപ്പോൾ നാട്ടിലാണ് ഭയങ്കര ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്, അടുത്തൊന്നും കടകളൊന്നുമില്ല അവിടെ. അപ്പോൾ ഈ റൂമിലാണ് ഭയങ്കര ഇരുട്ടും. അപ്പോൾ ഈ ബൈബിളിൻ്റെ പുറത്ത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു രൂപമുള്ള ഒരു ബൈബിൾ അന്ന് എൻ്റെ അടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ കൊന്ത ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. 11:30 ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എൻ്റെ കൂടെ തന്നെ ഇരുന്നേക്കണേ, രാവിലെ 5 മണിക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങും, അപ്പോൾ ഇപ്പോൾ എങ്കിലും ഉറങ്ങിയില്ല, എനിക്കത് രാവിലെ എണീക്കാൻ പറ്റത്തില്ല, അപ്പോൾ എന്നെ എണീപ്പിച്ചേക്കണം, എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കൊന്തയിലേക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങി. സാധാരണ 3 മണിക്ക് കരുണക്കൊന്തയ്ക്ക് ഞാൻ എണീക്കുന്നതാണ്, പക്ഷെ അന്ന് ഞാൻ കരുണക്കൊന്തയല്ല, ഞാൻ എണീറ്റില്ല. 4:30 ആയപ്പോൾ ഞാൻ നല്ലൊരു ശ്വാസം വലിക്കുന്ന ഒരു സൗണ്ട് എനിക്കിങ്ങനെ കേൾക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ഹസ്ബൻഡ്, ഞാൻ ദുബായിൽ തന്നെയാണ് കിടക്കുന്ന, ഹോസ്പിറ്റലാന്നുള്ള വിചാരം എൻ്റെ മനസ്സിലേക്ക് വന്നില്ല.
എന്നിട്ട് ഞാൻ ദുബായിലാണല്ലോ വിചാരിച്ച് കണ്ണ് തുറന്നപ്പോഴാണ് ഓർത്തു, അയ്യോ ഞാൻ ഹോസ്പിറ്റലാണല്ലോ. അപ്പോൾ പിന്നെ ആരുടെ ഈ ശ്വാസം വലിക്കുന്ന ഒച്ച കേട്ടത്, ശ്വാസം ഒരാളുടെ കേൾക്കണമെങ്കിൽ അത്ര അടുത്ത് നിൽക്കണ്ടേ. അപ്പോൾ എനിക്ക് പേടിയായി. പെട്ടെന്ന് ഞാൻ ചാടി ബെഡിൽ എണീറ്റിരുന്നു നോക്കിയത് എൻ്റെ ആ കണ്ണ് പൊതിഞ്ഞത് തിരുഹൃദയത്തിൻ്റെ രൂപത്തിലേക്കായിരുന്നു, ബൈബിളിൻ്റെ പുറത്തുള്ള രൂപത്തിലേക്ക്. അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ പറയുക, ഈശോ ആയിരുന്നു എൻ്റെ കൂടെ അല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ സാധാരണ പ്രാർത്ഥനകളൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അത് കഴിഞ്ഞ് ഞാൻ എവിടെ പോയാലും കുറേ ബുക്കുകളുണ്ടാകും പ്രാർത്ഥിക്കുന്നത്. അതെല്ലാം കൂടെ ഒരു ബൈബിൾ ഇടാൻ വേണ്ടി മേടിച്ചൊരു കവറായിരുന്നു. പക്ഷേ അത് ബൈബിൾ വലുതായതുകൊണ്ട് ആ കവറിൻ്റെ അകത്ത് കൊണ്ടില്ല. അപ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം കൂടി ഈ കവറിൻ്റെ അകത്തിട്ട് ഒരു സൈഡിൽ ഈ കവറും ഒരു സൈഡിൽ ഈ ബൈബിളും വെച്ച് നടുക്കാൻ ഞാനിരിക്കുന്നത്. ഈ ശ്വാസം വലിക്കുന്ന ഒച്ച കേട്ട അന്നേരം തന്നെ ഈ ബൈബിളിൻ്റെ മുകളിലുള്ള ആ ക്രോസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു സുഗന്ധാഭിഷേകം ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും സുഗന്ധാഭിഷേകം വന്നു. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിലുണ്ടായിരുന്ന എല്ലാ ദിവസവും എൻ്റെ കൊന്തയിൽ നിന്നൊക്കെ ഈ സുഗന്ധാഭിഷേകം വരാൻ തുടങ്ങി. അങ്ങനെ 5 മണിക്കൂർ ദിവസം അവിടെ ട്രാക്ഷനിട്ട് നടക്കണം. ട്രാക്ഷനിട്ട് കിടക്കുമ്പോൾ നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ 5 മണിക്കൂർ എനിക്ക് ജപമാല ചൊല്ലിയിട്ട് കിടക്കാമല്ലോ എന്ന് വെച്ചാൽ ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ലല്ലോ എന്ന്. നമ്മൾ ടോയ്ലറ്റിൻ്റെ ആവശ്യത്തിന് മാത്രമേ അവർ അഴിക്കത്തുള്ളൂ. അങ്ങനെ ഈ കുഴമ്പിൻ്റെ അകത്ത് കുളിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ജപമാല ചെല്ലുന്ന ജപമാലയിൽ നിന്ന് ഇങ്ങനെ സുഗന്ധാഭിഷേകം വരാൻ തുടങ്ങി. അങ്ങനെ ആ പ്രാർത്ഥിക്കുന്ന എല്ലാ പുസ്തകങ്ങളിലും എല്ലാ താളിൽ നിന്നും സുഗന്ധാഭിഷേകം വന്നു. ആ കുരിശിൻ്റെ നടുക്കുന്നാണ് ഈ സുഗന്ധാഭിഷേകം ഇങ്ങനെ പുറപ്പെട്ടത്. അങ്ങനെ 5 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ചേച്ചിക്ക് എന്തോ വലിയ ദൈവാനുഗ്രഹമുണ്ട്, അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഭയങ്കര ഹീലിംഗ് ആണല്ലോ ഇതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ആ സ്റ്റാഫ്മാരെല്ലാം എൻ്റെ അടുത്ത് വരും കേട്ടോ. ഈ കൊന്തേന്നിങ്ങനെ സുഗന്ധാഭിഷേകം വരുന്നതുകൊണ്ട് അവർക്കൊക്കെ അനുഭവമാകുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിയും പിള്ളേരൊക്കെ കൂടെ വന്നിട്ട് ഈ പുസ്തകം എല്ലാം അവർ പിടിച്ചിട്ട് ഇങ്ങനെ മുത്തും, നല്ല മണമാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു ദിവസം ഡോക്ടർ എന്നോട് വന്ന് പറയാം, ചേച്ചി എനിക്കിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ കുറേ നിയോഗങ്ങൾ എൻ്റെ അടുത്ത് തന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ 13 ദിവസമായപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഡിസ്ചാർജ് ആയിപ്പോയിക്കോ, 2 ആഴ്ചത്തെ റെസ്റ്റ് മതി, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് അനിയത്തിയുടെ വീട്ടിലേക്ക് കോഴിക്കോട്ടേക്ക് പോയി. അവിടെ ഈ 2 ആഴ്ച നിന്നപ്പോഴും ഈ കൊന്തയിൽ നിന്നും പുസ്തകത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഈ സുഗന്ധാഭിഷേകം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട് വയനാടാണ്. അപ്പോൾ ഞാൻ അപ്പച്ചനും അമ്മയും മാത്രമേ ഉള്ളൂ അവിടെ. ഞാൻ അവിടെ പോയി അവരെ കണ്ടിട്ട് തിരിച്ചെനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ട്രാവൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞ്, എന്നാലും അവരെ കാണാതെ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വയനാട്ടിൽ പോയി. അവിടെ പോയി കണ്ട് അന്ന് ഞാൻ കിടക്കുമ്പോൾ മുകളിലത്തെ റൂമിലാണ് കിടക്കുന്നത്. അപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് പേടിയാണെങ്കിൽ, പണ്ട് എനിക്ക് പേടിയായിരുന്നു ഒറ്റയ്ക്ക് കിടക്കാൻ. അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് പേടിയാണെങ്കിൽ നീ മുകളിലേക്ക് പോകണ്ടാടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പച്ചൻ ഇപ്പം പേടിയൊന്നുമില്ല, ഇപ്പം എനിക്ക് നല്ല ധൈര്യമായിന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കിടക്കുമ്പോൾ റൂമിൽ നിന്ന് മാതാവിൻ്റെ ഇതേപോലത്തെ ഒരു ഫാത്തിമ മാതാവിൻ്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട് ബെഡ്റൂമിൽ. ഇങ്ങനെ അടുത്ത് വെച്ച് ഞാൻ പറഞ്ഞിട്ട് കടന്ന്, മാതാവ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് കടന്നുറങ്ങി. രാത്രി ഒരു കരുണകൊന്തയുടെ സമയമായപ്പം 3 മണിയായപ്പം അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെ സുഗന്ധാഭിഷേകം ഉണ്ടാവും. ഈ കാറ്റിങ്ങനെ വീശായിരുന്നു, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഈ ബൈബിളിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ കാറ്റ് വീശുന്ന ആ സുഗന്ധാഭിഷേകം ശ്വസിച്ചിട്ട് അതിൻ്റെ ഇതിലാണ് ഞാൻ എണീറ്റത്. അപ്പോൾ ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പരിശുദ്ധാമ്മയുടെ ആ സാന്നിധ്യം, ഞാൻ അവിടുന്ന് തിരിച്ച് ദുബായിലേക്ക് ഫ്ലൈറ്റ് കയറി ഇവിടെ ഇറങ്ങി. ഇവിടെ ദുബായിൽ വന്നപ്പോഴാണ് പിന്നെ ആ സുഗന്ധാഭിഷേകം നിന്നത്. അങ്ങ് വലിയൊരു സാന്നിധ്യവും സംരക്ഷണം എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടു. വലിയൊരു പ്രത്യേകത, ഇവിടെ നിന്ന് പോകുമ്പോൾ റോസമ്മ ചേച്ചി പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്ന, എന്നെ അമ്മ കാത്തുകൊള്ളണം. ശരിക്കും ആ വാഗ്ദാനം, ആ പറഞ്ഞ പ്രാർത്ഥന അമ്മ അതേപോലെ പാലിച്ചു. അവിടെ ചെല്ലുന്ന സമയത്തും നിരന്തരമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു ആയുർവേദാശുപത്രി എന്ന് പറഞ്ഞാൽ കുഴമ്പിൻ്റെയൊക്കെ വലിയ മണ. അവിടെ ഒരിക്കലും ഒരു സുഗന്ധാഭിഷേകം നമുക്ക് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പ്രത്യേകിച്ച് വിജാതീയ പശ്ചാത്തലമുള്ള സ്ഥലത്ത് പരിശുദ്ധമ്മയുടെ വലിയ സാന്നിധ്യം ഉണ്ടാകുക, അതൊരു വലിയൊരു അനുഗ്രഹമാണ്, അത്ഭുതം കൂടി തന്നെയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം പറയാം നമുക്ക്. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം വരെ നാം ഇവരെ ശ്രവിക്കുകയായിരുന്നു. പരിശുദ്ധാമ്മയോട് ചേർന്ന് വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയായിരുന്നു. എത്രമാത്രം വിശ്വസനീയമല്ലാത്ത അല്ലെങ്കിൽ വിശ്വസിക്കാൻ സാധിക്കാത്ത വിധത്തിൽ പോലും പരിശുദ്ധാമ്മയുടെ ഇടപെടലുകൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനോർത്തെല്ലാം നമുക്ക് നന്ദി പറയാം. പരിശുദ്ധാമ്മയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഇതുപോലുള്ള അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുക തന്നെ ചെയ്യും. വിശ്വസ്തയോടുകൂടി പരിശുദ്ധാമ്മയുടെ കരം പിടിച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഈ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുകയും ചെയ്യാം. ഇനിയുള്ള ഇവരുടെ ജീവിതത്തിൽ
പരിശുദ്ധമ്മയുടെ വലിയ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയോട് ചേർന്ന് സകല വിശുദ്ധന്മാരോട് ചേർന്ന് ഇവിടെ ആയിരിക്കുന്ന ഇവർ രണ്ടുപേരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം.